ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് പാലോട് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഞങ്ങളിത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. 70 രൂപയാണ് ഇവിടെ വലിയവർക്കുള്ള ചാർജ്, കുഞ്ഞുങ്ങൾക്ക് 30 രൂപയാണ്. കാർ പാർക്കിങ്ങിന് 70 രൂപയുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് ഫുൾ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും കേട്ടോ. എവിടെയൊക്കെ പോവാൻ പാടില്ല എന്നൊക്കെ ആയിട്ട്. ഞങ്ങൾ പോയന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഈ ക്ലൈമറ്റ് നന്നായി ഇഷ്ടപ്പെട്ടു. ചൂടുണ്ടായിരുന്നേ ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ചിവീടുകളുടെയും കിളികളുടെയും ഒക്കെ സൗണ്ടാണ് കേട്ടോ. പോരാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടവും അരുവിയും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ പൂക്കളുള്ള ചെടികൾ വളരെ കുറവായിരുന്നു കേട്ടോ. ആമ്പലും ആന്തൂറിയും ഓർക്കിഡൊക്കെ അല്ലാതെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ നവംബർ ഫെബ്രുവരി ആ ടൈമിലാണ് പൂക്കൾ ഉണ്ടാവുക എന്നാണ് അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി അധിക ദൂരം തന്നെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുക. ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച് നടക്കാനും വർത്താനം പറയാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇനി നിങ്ങൾ നടക്കാൻ നല്ല മടിയുള്ളവരോ അല്ലെങ്കിൽ വയ്യാത്തൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ വണ്ടികളുണ്ട്. അപ്പോൾ അവർ നമ്മളതിനെ എല്ലാ സ്ഥലവും കൊണ്ട് നടന്ന് കാണിക്കും ആ വണ്ടിയിൽ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തില്ല, ഇങ്ങനെ നടന്ന് കാണുക തന്നെയാണ് ചെയ്തത്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഞ്ഞുങ്ങളും നന്നായി അത് എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെ വലിയ കുളങ്ങളുണ്ട് കേട്ടോ. അതിലത്തെ ഇലകൾ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്ത് വലുപ്പാന്നറിയോ അതിലത്തെ ഇലകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് നോക്കി നമ്മൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അതിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ പലതരം ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ. ഫ്ലവറിങ് പ്ലാന്റ്സ് വളരെ കുറവായിരുന്നു. പിന്നെ ആന്തൂര്യത്തിൻ്റെയും അതുപോലെ ഓർക്കിഡിൻ്റെയും ഒക്കെ നഴ്സറികൾ പോലെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം അത് അടവായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള ജോലിക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്കത് തുറന്ന് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ അതിൻ്റെ ഉള്ളിലത്തെ ജോലിക്കാർക്ക് അവധിയാണ്, പക്ഷേ വിസിറ്റേഴ്സ് അലൗഡ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വഴികളൊക്കെ ഇങ്ങനത്തെയാണ് കേട്ടോ. ഈ പാതകൾക്ക് പ്രത്യേക രസമാണല്ലേ. നമ്മൾ ഇന്റർലോക്ക് ചെയ്ത പാതകളൊക്കെ എനിക്ക് ഇങ്ങനത്തെ വഴികളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ പലതരം ചെടികൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നല്ല ഇങ്ങനെ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കും കേട്ടോ. തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടമാണ്, പക്ഷെ നമുക്കതങ്ങ് ഡയറക്റ്റ് ആയിട്ട് കാണില്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെയാണ് ആ വെള്ളച്ചാട്ടം നമുക്ക് അവിടെ കാണാൻ പറ്റുക കേട്ടോ. ഈ വഴി ചെന്നെത്തുന്നതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആ കുഞ്ഞു വെള്ളച്ചാട്ടമാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കോ അടുത്തേക്കോ ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഇട്ടി അച്യുതൻ വൈദ്യരുടെ ഒരു സ്മാരകാർത്ഥം പണിത ഒരു ഉദ്യാനമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടല്ലോ, കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വേറെ ഏതോ ലോകത്തേക്ക് നമ്മൾ കടന്ന പോലെയാണ് കേട്ടോ. ഒരു ചെറിയ അരുവിയും ഒരുപാട് ഔഷധ ചെടികളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം, ഒരു കുഞ്ഞു ഉദ്യാനം തന്നെ പറയാം. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗ്രന്ഥം വെച്ചിട്ടുണ്ട് കേട്ടോ. ഔഷധക്കൂട്ടുകളുടെ ഒരു ഗ്രന്ഥം എന്നുള്ള ഒരു സൂചന പോലെയാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു കൊച്ചരുവിയുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് ഇതിൻ്റെ മുകളിലുള്ള ഒരു കുഞ്ഞു കല്ലുപാലം ക്രോസ് ചെയ്താലാണ് കേട്ടോ നമുക്ക് ആ ഇതിൻ്റെ ഔഷധശാലയിലേക്ക് എത്താൻ പറ്റുക. എന്ത് രസമല്ലേ ഇത് കാണാൻ. നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോലെ ഇതുപോലൊരു സ്ഥലത്തൊരു വീട്. മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിൻ്റെ ഈ അരുവിയിലത്തെ വെള്ളമൊക്കെ നല്ല ഇങ്ങനെ കലങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെതായ ഒരു ഭംഗികേട് ആ വെള്ളത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഈ മൊത്തത്തിലുള്ള പച്ചപ്പ് അതൊരു രസം തന്നെയാണ് കേട്ടോ. ആ പാലം നോക്കിക്കേ, ഒരു കുഞ്ഞ് കല്ലിട്ട് ചെയ്തിട്ടുള്ള പാലമാണ്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ് കേട്ടോ. വളരെ റിലാക്സ് ആയിട്ട് കുറച്ച് നേരം നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരുപാട് ബഹളവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള റൈഡുകളും അങ്ങനെയൊന്നും നോക്കി പോകരുത്. വളരെ സമാധാന അന്തരീക്ഷത്തിൽ കുറച്ച് നേരം ഇരിക്കാനും ചില്ല് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ഇതൊക്കെ കറിവേപ്പില, അതുപോലെ തന്നെ ആര്യവേപ്പ്, അങ്ങനത്തെ കുറേ തരം ഔഷധ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഉദ്യാനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ വീടാണ് കേട്ടോ. ആ വീടിൻ്റെ മുറ്റത്താണ് ആ വൈദ്യര് ഇരിക്കണത്. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല ഒറിജിനാലിറ്റി ആയിരുന്നു. ശരിക്കും ഒരാൾ ആ വീട്ടിലിരിക്കുക എന്ന് തോന്നിപ്പോവും. പിന്നെ ഇത് തുളസിത്തറയാണ് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ ഒന്നും അങ്ങ് കാര്യമായിട്ട് നടന്നില്ല. അപ്പോൾ ആ വൈദ്യര് ഇരിക്കുന്ന ഇരിപ്പ് നോക്കിക്കേ. ആ വീട് പൂട്ടിക്കിടക്കുകയാണെങ്കിലും ഇങ്ങനെ ഈ ജെല്ല തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ കുറേ പഴയ പാത്രങ്ങളും അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടേ.
പിന്നെ ദാ അവിടെ ഇങ്ങനെ ദാ കൽവിളക്കും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഒരു വാതിലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ദാ പിള്ളേരെയായിട്ട് കുറച്ച് നേരം ദാ ഇങ്ങനെ ഓടിക്കളിച്ചു. അവരും നന്നായി എൻജോയ് ചെയ്തു ട്ടോ. ചൂടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചധികം അവിടെ നമുക്ക് എൻജോയ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ പറ്റി. ആ ഉദ്യാനം മുഴുവൻ ഔഷധ സസ്യങ്ങളായിരുന്നു ട്ടോ കൂടുതലും. വേപ്പും തുളസിയും മഞ്ഞളും ഒക്കെ ആയിട്ട്. പിന്നെ കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളും അട്ടകളും ഒക്കെ അവിടെ ഉണ്ട് ട്ടോ. ദാ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടു നിൽക്കാനും ഇതിന്റെ സൗണ്ട് കേട്ട് നിൽക്കാനും ഒരു പ്രത്യേക രസമാണേ. ഞങ്ങൾ അവിടുന്ന് പോരാറായപ്പോഴേക്കും ദാ ഇങ്ങനെ കുഞ്ഞിതായിട്ട് വെയിൽ വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ട്ടോ. ആ വെയില് ആ പുല്ലിന്മേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷനിൽ ആ പച്ച കളർ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയായിരുന്നേ. ആ കാട്ടുവഴിയിലൂടെ വന്നിട്ടാണ് നമ്മൾ ആ ഉദ്യാനത്തിലേക്ക് എത്തിയെങ്കിൽ നമുക്ക് ചടപടാന്ന് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നേരെ മുകളിലെത്താട്ടോ. ഇതിനുള്ളിലുള്ള ഓരോ ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ഓരോ കഥകൾ പറയാനുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. അപ്പം ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, ഇപ്പോൾ പോകാൻ പറ്റുന്ന തിരുവനന്തപുരത്തുള്ളവർക്ക് എന്തായാലും പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലമാണ്. ഇവിടെ വലിയവർക്ക് 70 രൂപയും കുഞ്ഞുങ്ങൾക്ക് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. പിന്നെ കാർ പാർക്കിങ്ങിന് വലിയൊരു ഏരിയ തന്നെയുണ്ട്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കാർ പാർക്കിങ്ങിന് 70 രൂപയാണ്. പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് അതുപോലെ തന്നെ വിദേശികൾക്ക് അതിനൊക്കെ സെപ്പറേറ്റ് ചാർജാണ് കേട്ടോ. ഇവരുടെ തന്നെ ക്വാർട്ടേഴ്സുകളും പിന്നെ ഇവിടുന്ന് തന്നെ ചെടികൾ നമുക്ക് വാങ്ങാൻ പറ്റും. അതിനുള്ള ഒരു ഷോപ്പും അവിടെ ഉണ്ട്. നമ്മൾ അവിടുന്ന് ഇറങ്ങാറാവുമ്പോഴേക്കും മഴ അങ്ങ് നന്നായി പെയ്തു തുടങ്ങി ട്ടോ. അങ്ങനെ ദാ ഈ വഴിയിലൂടെ നടന്നാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തുക. എന്ത് രസാല്ലേ ഈ വഴി കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ ചെടികൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് നഴ്സറി ഉണ്ട് ട്ടോ. നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കാറിന്റെ ഡിക്കിയൊക്കെ സെക്യൂരിറ്റി ഗാർഡ് നോക്കിയിട്ടാണ് പുറത്തേക്ക് വിടുക. അവിടുന്ന് വല്ല ചെടിയോ എന്തെങ്കിലുമൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് ഇത്തിരി പണിയാണ് ആ ഭാഗത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് പഞ്ചമി എന്നാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേര്. കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ബ്രൈമൂറോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഈ പാലോട് ബൊട്ടാനിക്കൽ ഗാർഡൻ ഒക്കെ കാണാൻ പോകുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഉള്ളതിൽ വെച്ച് ഇച്ചിരി നല്ല റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള വഴിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളിൽ ഇതാ ഇതുപോലെ മുറുക്കുകൾ, പലതരത്തിലുള്ള മുറുക്കുകൾ ഉണ്ടാക്കി വെച്ചത് കണ്ടു കേട്ടോ. പിന്നെ ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഉണ്ണിയപ്പം കുറച്ച് മുറുക്കൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് യാത്ര ചെയ്തത്. അപ്പോൾ ഈ വെക്കേഷൻ എന്തായാലും ഈ വഴി ഒരു ഡ്രൈവ് പോയി നോക്കുക. ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ.